ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലംബാഗോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചെടി നമ്മൾ നഴ്സറിയിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ നീലക്കൊടുവേലി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ചെടി തരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ലൈറ്റ് ബ്ലൂ കളറിലെ പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി കൂടി ഉണ്ട് ഈ ചെടിക്ക്. അപ്പോൾ ഞാൻ ഈ ചെടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വോയിസ് കൊടുക്കാതെ ചുമ്മാ ചെടി മാത്രം കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്ലംബാഗോ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട്. അതേ ചെടി തന്നെയാണിത്. പക്ഷേ ഇടയ്ക്ക് ഇതിൻ്റെ ഇലകളൊക്കെ കോഴി ഒക്കെ തിന്ന് കംപ്ലീറ്റ് ഇതിങ്ങനെ ഒന്നും ഒരില പോലും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു ചെടിക്ക്. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും നന്നായിട്ട് വളർന്നു വന്നതാണ്. അപ്പോൾ കൊടുവേലി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ശരിക്കും. അതിൽ ചുവന്ന കളറിലെ പൂക്കളുണ്ടാവുന്ന കൊടുവേലിയുണ്ട്, നീല കളറിലെ പൂക്കളുണ്ടാവുന്ന കൊടുവേലിയും ഉണ്ട്. അപ്പോൾ അതിൽ ചുവന്ന കളറിലെ പൂക്കളുണ്ടാവുന്ന കൊടുവേലിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പൂക്കളൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ്, ഇലകളും ഷേപ്പൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇലകൾ നല്ല വലിയ, കുറച്ചുകൂടിയൊക്കെ വലിയ ഇലകളാണ് ഞാൻ കണ്ട ചെടിക്കുള്ളത്. അപ്പോൾ നീലക്കൊടുവേലി എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാലും നീലക്കൊടുവേലി എന്ന് പറയുന്ന ചെടിയെപ്പറ്റി കുറേ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉള്ളൊരു ചെടിയാണ് നീലക്കൊടുവേലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെടി ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ വിശ്വാസം ഇത് നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒറിജിനൽ നീലക്കൊടുവേലി ഇതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിവുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ചെടി എന്ന് പറയുന്നത് നമുക്ക് വളർത്താൻ നല്ല എളുപ്പമാണ്, നന്നായിട്ട് പൂവുണ്ടാവും. നല്ല ഒരു, അതായത് നമ്മുടെ സമ്മർ സീസണൊക്കെ ആകുമ്പോൾ പൊതുവേ പൂക്കൾ കുറയും. പൂക്കൾ മിക്ക ചെടികളിലും പൂക്കളൊക്കെ കുറഞ്ഞ് നമ്മുടെ ഗാർഡൻ ഒന്ന് വരണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ പ്ലംബാഗോ എന്ന് പറയുന്നത്. നല്ല സമ്മർ സീസണിൽ നന്നായിട്ട് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഈ ചെടി എന്ന് പറയുന്നത് ഇതിലിങ്ങനെ പൂവ് കുലകളായിട്ട് പൂക്കളുണ്ടാവും. ഇല കാണാതെ രീതിയിൽ പൂക്കളുണ്ടാവുന്ന സമയമുണ്ട് ഈ ചെടിയിൽ. അപ്പോൾ ഇതിലെ മണ്ണെന്ന് പറയുന്നത് നമ്മൾ ചട്ടിയിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം. അപ്പം അതിന് നമുക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഓർഗാനിക് വളങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് മണലൊന്നും ഈ ചെടിയുടെ മണ്ണിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെയുള്ള കുലകൾ, പൂ കഴിഞ്ഞ പൂങ്കുലകൾ നമ്മുടെ ചെടിയിലുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കൊരു വൃത്തി ഉണ്ടാവും. അതുപോലെ നമ്മുടെ ചെടി വർഷങ്ങളായിട്ട് ഉള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ തനിയെ തന്നെ ഉണങ്ങിപ്പോവും, നമ്മുടെ ചെടി പഴയതാവും തോറും. അപ്പോൾ അങ്ങനെയുള്ള ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പം ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്ന പോലെ, ആ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് ആ പൂങ്കുലകളും ഈ പൂവില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ചെടി ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ മണ്ണിൽ നമുക്ക് കൊക്കോപീറ്റ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നന്നായിട്ട് കമ്പോസ്റ്റും ചാണകപ്പൊടിയും മണ്ണിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചെടിയെ നട്ട് വളർത്താവുന്നതാണ്. നന്നായിട്ട് വളർന്നു വരും ഈ ചെടി. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ വെയിലത്ത് വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കൊണ്ടാലും പ്രശ്നങ്ങളൊന്നും വരാത്തൊരു ചെടിയാണ്. പിന്നെ നമ്മൾ പുതിയൊരു ചെടിയാണ് നമ്മുടെ കയ്യിൽ. അതായത് നമുക്കിപ്പോൾ നമ്മൾ കൊമ്പ് കുത്തി പിടിപ്പിച്ച് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ വർഷം നമുക്ക് കൊമ്പൂത്തി പിടിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ ചെടി നമുക്ക് കൊമ്പൂത്തി പെട്ടെന്ന് തന്നെ പിടിപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെയിലത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെയിലത്ത് വെച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ചെടി പഴകും തോറും നമ്മുടെ ചട്ടിയിൽ നമ്മൾ റീപോർട്ടൊന്നും ചെയ്യാതെയാണ് നമ്മുടെ ചട്ടി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടികളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ആ ചെടിക്ക് ഒരു ഉണങ്ങുന്ന പോലെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വരും. അതായത് റൂട്ട് ബൗണ്ട് ആയ ചട്ടികൾ. അതല്ല, പുതിയ ചെടിയാണ് നമ്മൾ റിപ്പോർട്ടൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ റീപോർട്ട് ചെയ്ത് പുതിയ പോട്ടിലേക്കൊക്കെ മാറ്റിയൊക്കെ വെച്ചിരിക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചെന്ന് വെച്ചാൽ അതിനൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ചട്ടിയിലെ മണ്ണിൽ നല്ല നനവ് നിൽക്കണം. അതായത് ഇപ്പോൾ എല്ലാ ദിവസവും നനയ്ക്കണം. നല്ല സമ്മർ സീസണിൽ വെയിലത്തിരിക്കുന്ന ചെടിയെ എല്ലാ ദിവസവും നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഈ ചെടിയെ വെക്കാവുന്നതാണ്. അതല്ല, നമ്മുടെ ചെടി പഴകിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിൽ ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ചെടിയെ സമ്മർ സീസണിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ചട്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ ചട്ടിയിലെ മണ്ണിലെ വെള്ളം വാർന്നു പോകുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടിയെ മഴക്കാലത്തും മഴ കൊള്ളുന്ന രീതിയിൽ വെക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. കാരണം
മഴ കൊണ്ടാലും ഈ ചെടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മഴക്കാലത്താണ് ഈ ചെടിയിൽ കുറച്ച് പൂവ് കുറയുന്നൊരു സമയം. ഏകദേശം വർഷത്തിൽ മിക്കവാറും സമയങ്ങളിൽ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. മഴ സമയത്താണ് കുറച്ച് കുറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ വളരെ കനം കുറഞ്ഞ ഇതളുകളുള്ള ഒരു പൂവാണ് ഈ ചെടിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ സീസണിൽ നമ്മൾ മഴ കൊള്ളുന്ന സ്ഥലത്താണ് ഈ ചെടിയെ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കളൊക്കെ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു കാണാൻ അത്ര ഭംഗിയില്ലാത്ത രീതിയിൽ ഇരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഈ ചെടിക്ക് ഉണ്ടാവില്ല. പിന്നെ ഈ ചെടി എന്ന് പറയുന്നത് നമുക്കിതിനെ ഒന്ന് പ്രൂൺ ചെയ്യേണ്ട ഒരു സമയമുണ്ട്. അതായത് ഒരു സെപ്റ്റംബർ മാസം അവസാനമൊക്കെ ആവുന്ന ഒരു സമയത്ത് നമ്മുടെ ചെടിയെ നന്നായിട്ട് ഒരുപാട് ഹാർഡ് പ്രൂണിങ്ങിന് പോകണ്ട, ജസ്റ്റ് ഒന്ന് വെട്ടി ഒതുക്കി നമ്മുടെ ചെടിയെ നിർത്താം. എന്നിട്ട് നന്നായിട്ട് ചട്ടിയിലെ മണ്ണൊന്ന് നന്നായിട്ട് കിളച്ചിട്ട് നമുക്ക് ആ മണ്ണിൽ നന്നായിട്ട് ഓർഗാനിക് വളങ്ങൾ, അതായത് വേപ്പും പിണ്ണാക്കും അതുപോലെ കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ചെടിക്ക്. അപ്പോൾ ഇതിനങ്ങനെ ഓർഗാനിക് വളങ്ങൾ തന്നെ കൊടുത്താലും ഈ ചെടി നന്നായിട്ട് വളർന്നു വരും. ഇതിന് രാസവളങ്ങളൊന്നും അങ്ങനെ കൊടുക്കണം എന്നില്ല. വളങ്ങൾ കറക്റ്റായിട്ട് ഈ ചെടിക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഈ ചെടി ഒന്ന് ഡള്ളാവുന്ന ഒരു സമയത്ത് ഒരു 1-2 വർഷമൊക്കെ നമ്മളൊരു ചട്ടിയിൽ ഈ ചെടി വളർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചെടി ഒന്ന് ഡള്ളാവാൻ തുടങ്ങും. അതായത് റൂട്ട് ബൗണ്ട് ആയിട്ട്. അങ്ങനെ റൂട്ട് ബൗണ്ട് ആയാലും പെട്ടെന്ന് ചട്ടി മാറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് ഈ ചെടിക്ക് വളങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ചട്ടിയിൽ തന്നെ നിന്ന് കുറേ കാലം ഒരേ ചട്ടിയിൽ നമുക്ക് ഈ ചെടിയെ വളർത്താൻ പറ്റും. പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമ്മുടെ ചെടി ഇരിക്കും എന്ന് മാത്രം. ഒരു 2 വർഷം കൂടുമ്പോഴൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലങ്ങനെ കീടശല്യം എന്ന് പറയാവുന്ന രീതിയിൽ വലിയൊരു കീടശല്യമൊന്നും ഈ ചെടിക്ക് വരാറില്ല. ഇതിലിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുക, വളം കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ ചെടിയിൽ വർഷത്തിൽ ഏകദേശം മിക്കവാറും സമയങ്ങളിൽ ഈ ചെടിയിൽ പൂവുണ്ടാവും. ഇങ്ങനെയുള്ള നല്ല മൂത്ത കഷ്ണങ്ങൾ നമുക്ക് കുത്തി പിടിപ്പിച്ച് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ തൈകൾ പിടിച്ച് വരാനായിട്ട്. അതായത് ഒരു 3-4 കഷ്ണങ്ങൾ കുത്തുമ്പോഴാണ് അതിലൊരു കഷ്ണം പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ റൂട്ടിംഗ് ഹോർമോണൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ തൈകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ കാണിച്ച 2 പ്ലാന്റും ഞാൻ കുത്തി തൈ പിടിപ്പിച്ചത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്ലംബാഗോ എന്ന് പറയുന്ന ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവുന്നത്, അതായത് നിറയെ പൂക്കളുണ്ടാവുന്ന നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഈ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ ഗാർഡനിൽ ഈ ചെടിയെ ഉൾപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.